മാനസികാരോഗ്യ കേന്ദ്രങ്ങളെന്നൊക്കെ ഇന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലത്തിന് പണ്ട് അതിന് പ്രാന്താശുപത്രി എന്നായിരുന്നു പറയുന്നത്. ആ പേര് ആ നാടിന് പോലും അപമാനം ഉണ്ടാക്കി. നിന്നെ ഊളംപാറയിൽ നിന്ന് ഇറക്കി വിട്ടതാണോ എന്ന് ചോദിക്കുക. ഡിപ്രഷനുള്ളവർ പോകുന്ന സ്ഥലമാണ് പള്ളിയമ്പലം. അതുകൊണ്ടാണ് അവിടെ പോയി രാവിലെ തൊട്ട് മുട്ടുകുത്തി നിന്ന് അയ്യക്കാവോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. വേറെ എവിടെയെങ്കിലും നിന്ന് കരഞ്ഞാലേ ചികിത്സിക്കാൻ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. അല്ലാതെ മനോരോഗികളാണ് ഈ ആശുപത്രി അമ്പലത്തിലും പള്ളിയിലും പോകുന്നത്. അത് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് മനോരോഗം ബാധിച്ചിട്ടാണ് ഈ വരുന്നത്. ഇതെനിക്ക് തരുമോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര എൻ്റെ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നൊരു സാധനമായിരിക്കും. മരിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ സാധനം കൊണ്ടുവന്ന് മറ്റേ അറിയും, നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ ഒരു സാധനം, അത് ഞാൻ നിനക്ക് തരിക. ഇതിൽ വാണിങ് സൈൻ. കൊറോണ കഴിഞ്ഞപ്പം കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ വിഷയമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? അത് എനിക്ക് തോന്നി കൊറോണയുടെ കാലത്താണ് നിങ്ങളെപ്പോലുള്ളവരെല്ലാവരും ഇതിനെപ്പറ്റി ആലോചിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. അതിന് മുമ്പൊക്കെ ഞാനൊക്കെ അല്ല, ഇത് പുറത്തു പറയാനുള്ളൊരു ധൈര്യം പോലും ആളുകൾക്ക് അത് അങ്ങനെ അതിന് മുമ്പും പറയാതിരുന്നിട്ടല്ല. ഇപ്പോഴും മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയുന്നത് മടി വരുന്നത് അതിന് സ്റ്റിഗ്മയുള്ളതുകൊണ്ടാണ്. അതിപ്പോഴും ഉള്ളതല്ല, പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പറയാൻ മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത് നമ്മളൊക്കെ ചെയ്ത പ്രവൃത്തിയുടെ തുമ്പത്ത് വരുന്നത് എന്നേ ഉള്ളൂ. അത് ഈ കൊറോണ വന്നപ്പോൾ ഉണ്ടായതൊന്നുമല്ല. കുറേ നാളായിട്ട് നമ്മളെല്ലാം പണിയെടുത്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു 35 വർഷമെങ്കിലും ആയി മെൻ്റൽ ഹെൽത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് അത്രത്തോളം ഞാൻ ചികിത്സിക്കാനായിട്ട് അറിവില്ലാതിരിക്കുകയും ചികിത്സ ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള രോഗങ്ങൾ, ആ ചികിത്സയില്ലാത്ത എല്ലാ രോഗവും ആളുകൾ ഒളിച്ചു വയ്ക്കും. പണ്ട് കാലത്ത് ക്ഷയമുള്ളവർ, ഇത് കുഷ്ഠം, ഇവരെയൊക്കെ കൊണ്ടുപോയി വലിച്ചെറിയുമായിരുന്നു. ക്ഷയമുള്ളവർ ഒക്കെ സെഗ്രിഗേറ്റ് ചെയ്യും, മാറ്റി നിർത്തും. കുഷ്ഠമുള്ളവരെ മലയുടെ താഴെയായിട്ട് വലിച്ചെറിയുമായിരുന്നു. ഇപ്പം അതൊന്നും ആ ലെവലിൽ പ്രശ്നമല്ല. പക്ഷെ ഇപ്പോഴും കുഷ്ഠമുണ്ടെന്ന് പറയാൻ പേടിയാണ്. അതുകൊണ്ട് അതിന് ഈ പറയുന്ന പതിത്തം എന്ന് പറഞ്ഞാൽ മോശമാണ്. കാരണം ചികിത്സയില്ലാത്ത കാരണം കൊണ്ട് കുഴപ്പമായി പോകുമെന്ന് അറിയുന്നത് കൊണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ അടക്കം പറയും ക്യാൻസറൊക്കെ അതുകൊണ്ട് ചികിത്സയില്ലാത്ത പ്രശ്നമാണ്, രോഗം രഹസ്യമാക്കി വെക്കാൻ നോക്കും. എയ്ഡ്സ് പറയത്തില്ലായിരുന്നു, ഇപ്പോഴും പറയത്തില്ല. അങ്ങനെയാണ് ഈ ആൾക്കാരെ സംബന്ധിച്ചോളം ചികിത്സയില്ലാത്ത രോഗങ്ങൾ രഹസ്യ രോഗങ്ങളെന്ന് പിന്നെ പറയും. അങ്ങനെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പം മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാനസികാരോഗ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അവിടെ തന്നെ കുഴപ്പം വരുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് അതിനോട് പതിത്വം ഉണ്ടായത്, സ്റ്റിഗ്മ. അന്നുകൊണ്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളെന്നൊക്കെ ഇന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലത്തിന് പണ്ട് അതിന് പ്രാന്താശുപത്രി എന്നായിരുന്നു പറയുന്നത്. ആ പേര് ആ നാടിന് പോലും അപമാനം ഉണ്ടാക്കി. നിന്നെ ഊളംപാറയിൽ നിന്ന് ഇറക്കി വിട്ടതാണോ എന്ന് ചോദിക്കുക. നാട്ടുകാർ തമ്മിൽ സംസാരിക്കും. കുതിരവട്ടത്ത് നിന്ന് പോയോ എന്ന് ചോദിക്കുക. ഇതൊക്കെ പ്രസിദ്ധമായ 2 മാനസികാരോഗ്യ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരാൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ ഊളംപാറയിൽ നിന്ന് വരുന്നത് പറയത്തില്ല, തിരുവനന്തപുരത്ത് നിന്ന് പറയത്തില്ല. ഊളംപാറക്കാരനൊരിക്കലും ഞാൻ ഊളംപാറയിൽ നിന്ന് വരുന്നതെന്ന് പറയത്തില്ല. അത്രത്തോളം ഈ അവജ്ഞയും പതിത്വവും കൽപ്പിച്ചത് ചികിത്സയില്ലാത്ത രോഗവും ഞാൻ സ്വന്തമായി എനിക്ക് രോഗമുണ്ടെന്ന് പറയാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാനെന്ന് പറയുന്ന വശ വന്ന് അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണ് അതിനത്രയും പതിത്തം വന്നത്. ആ
പതിത്തം ഉണ്ടായിരുന്ന രോഗമായതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. അപ്പോൾ ചികിത്സ ചെയ്ത് മാറും എന്ന് വിചാരമില്ല. എല്ലാ വർഷവും കുറേ നാൾ ഇത് വരും എന്നുള്ള നിലവാരത്തിലൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. അപ്പോൾ സ്വന്തമായി രോഗമുണ്ട് എന്ന് പറയാൻ കഴിയാതിരിക്കുന്നത് ആ പറയേണ്ട ആളാണ് ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ടാണ് ആ രോഗത്തിന് ഇത്രയധികം പതിത്തം. അത് പറയാനായിട്ട് അയാൾ തിരിച്ചു വരണ്ടേ? ബോധപൂർവമാണ്. ഒരിക്കൽ മനോരോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സയില്ല എന്നറിയുന്ന കാരണം കൊണ്ട് പോകത്തില്ല. ഇന്നാണ് ഈ ചികിത്സയൊക്കെ വന്നപ്പോഴാണ് നമുക്കിത് പറയാൻ പറ്റും. അല്ലാതെ കൊറോണ വന്നുകൊണ്ടല്ല. ചികിത്സകൾ വന്നപ്പോൾ ഈ വിഷയത്തിന് ഇപ്പം ഞാനീ പറയുന്നത് പോലെ അങ്ങനെ പതിത്തം പറയേണ്ട ഒരു കാര്യമില്ല. ചികിത്സയുണ്ട്, ഈ രോഗം ചികിത്സിച്ചാൽ മാറുന്നതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിൻ്റെ ആ സ്റ്റിഗ്മ, പതിത്തം കൽപ്പിക്കുന്ന ഈ രീതി മാറിയത്. അത് കുറഞ്ഞത് അതുകൊണ്ട്, മരുന്നുകൾ വന്നത്, ചികിത്സകളുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ കണക്കുകൾ അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് ഇപ്പോഴാണ് കൂടുതൽ ഡിപ്രഷൻ റേറ്റ്സ് ഒക്കെ കൂടുതൽ വരുന്നത് ഇപ്പോഴത്തെ കാലത്താണ് എന്നാണ് പറയുന്നത്. അതിനെ സാർ എങ്ങനെയാണ് നോക്കുന്നത്? പണ്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാമായിരുന്നോ? ഇല്ല. അത്രേ. അന്ന് എല്ലാവരും അമ്പലത്തിലും പള്ളിയിലും പോകും. ഡിപ്രഷനുള്ളവർ പോകുന്ന സ്ഥലമാണ് പള്ളി, അമ്പലം. അതുകൊണ്ടാണ് അവിടെ പോയി രാവിലെ തൊട്ട് മുട്ടുകുത്തി നിന്ന് അയ്യക്കാവോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. വേറെ എവിടെയെങ്കിലും നിന്ന് കരഞ്ഞാലേ ചികിത്സിക്കാൻ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. അല്ലാതെ മനോരോഗികളാണ് ഈ ആശുപത്രി അമ്പലത്തിലും പള്ളിയിലും പോകുന്നത്. അതവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് മനോരോഗം ബാധിച്ചിട്ടാണ് ഈ വരുന്നത്. ഇച്ചിരി കൂടുമ്പോഴാണ് നമുക്ക് സംശയമാവും. ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ പോയാലൊക്കെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഭയങ്കര ഭക്തി കൂടുന്ന കണ്ട അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് വിശകാണ്. അതുകൊണ്ട് ഈ മനോരോഗം പണ്ടില്ലായിരുന്നതല്ല, കൂടിയതല്ല, അത് ഭക്തിയായിട്ടാണ് തെറ്റിദ്ധരിച്ചത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഈ ചികിത്സ അന്ന് ബാധ കയറും, അടിച്ചിറക്കും, അങ്ങനെയല്ലായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ഈ മനോരോഗികളെല്ലാം ആയിരുന്നു അമ്പലത്തിലും പള്ളിയിലും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും മനോരോഗികൾ തന്നെയായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചികിത്സ ചെയ്താൽ ഭേദമാകുമായിരുന്നെങ്കിൽ, അമ്പലത്തിലും പള്ളിയിലും പോയാൽ രോഗം മാറുമായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും പോവുമോ? നിങ്ങൾ എല്ലാ ദിവസവും ആശുപത്രി പോവുമോ? രോഗം ഉള്ളപ്പോഴല്ലാത്തപ്പോഴെല്ലാം ആശുപത്രി പോയിട്ട് പോവുമോ? ഇല്ല. എന്താ? രോഗമുള്ളപ്പോഴാണ് നമുക്ക് രോഗമുള്ളപ്പോഴ്. അപ്പോൾ ദിവസവും രോഗമുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അമ്പലവും പള്ളി. ചികിത്സിച്ച് ഭേദമാകത്തുമില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പോകുന്നത്. അല്ലെങ്കിൽ ചികിത്സയ്ക്ക് നമ്മളവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. പിന്നെയും പോകുന്നതിന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല, ഒരിക്കലും നടന്നിട്ടില്ല. അത് കാരണം കൊണ്ട് അവിടെ പോയി കിടന്ന് കരഞ്ഞു. അപ്പം ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇരുന്ന് നിലവിളിക്കുകയാണെങ്കിൽ ആൾക്കാർ അപ്പോൾ ഇടപെടും. പക്ഷെ ഒരു അമ്പലത്തിൻ്റെ പള്ളിയുടെ മുന്നിൽ ഇരുന്ന് നിലവിളിച്ച് ആരെങ്കിലും ഇടപെടുമോ? അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിലായിരുന്നു ഈ രോഗികളെല്ലാം ജീവിച്ചിരുന്നത്. അപ്പോൾ ജടയൊക്കെ വളർത്തി, നഖമൊക്കെ വളർത്തി, ഭയങ്കര ഭക്തി കൂടുമ്പോൾ മനസ്സിലായിക്കണം പരമാവധി ഡിപ്രഷൻ വന്ന് ഇരിക്കുന്ന പാർട്ടിയാണത്. അപ്പോൾ നല്ല സ്വാമിമാരെന്ന് പറയുന്ന എല്ലാം മനോരോഗികൾ ഡിപ്രഷൻ ബാധിച്ചിട്ടാണ് ഒറ്റയ്ക്ക് പോയി മുറിക്കകത്ത് മറ്റേ എലിപ്പത്തായത്തിനകത്ത് അയാൾ ഒളിച്ചിരിക്കുന്ന പോലെയാണ് ഈ ഗുഹയിലിരിക്കുന്നത്. നല്ല മനോരോഗം ബാധിക്കുമ്പോഴാണ് ഒറ്റക്കാലെ തപസ് ചെയ്യുന്നതൊക്കെ. നാഗം കുളിക്കത്തുമില്ല, പല്ല് തേക്കത്തില്ല, തലമുടി ജട പിടിച്ച് ഇതെല്ലാം വരുന്നത് പരമാവധി മനോരോഗം വരുമ്പോഴാണ്. അത് ഭക്തിയുടെ പേരിൽ അങ്ങ് പോകുന്നതുകൊണ്ടാണ് മനോരോഗമാണെന്ന് അറിഞ്ഞുകൂടാ. വേറെ ഒന്നുമില്ല. അല്ലാതെ പണ്ട് മനോരോഗം ഇല്ലായിരുന്നു, ഇപ്പം ഡിപ്രഷൻ കൂടിയതല്ല, ഇപ്പം അത് രോഗമാണെന്ന് അറിയാം. അത്ര. പണ്ട് മലയാളികൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം എന്നല്ലേ അറിയും, നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. പണ്ട് കുഴഞ്ഞു വീണായിരുന്നു മരിക്കുന്നത്. കുഴഞ്ഞു വീണായിരുന്നു. ഇപ്പോഴും പറയും അയാൾ കുഴഞ്ഞു വീണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതിനെയാണ് ഈ കുഴഞ്ഞു വീണ്. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നതെല്ലാം ഹാർട്ട് അറ്റാക്കാണ്. മാടനടിച്ച് ചത്തെന്ന് പറയും, രാത്രി ചത്ത് കിടക്കുന്ന ആൾക്കാർ. ഇങ്ങനെ മാടനടിച്ചവനും കുഴഞ്ഞു വീണ് മരിച്ചവനും എല്ലാം ഹാർട്ട് അറ്റാക്ക് വന്നാൽ ചത്തിരുന്നു. പണ്ട് ഇവിടെ ക്യാൻസർ ഇല്ലായിരുന്നു. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മുറുക്കുന്നത് ഈ പുകയില മുഴുവൻ ചവച്ച് വാ മുഴുവൻ ക്യാൻസർ വരും.
അപ്പം കവിള് വാർപ്പ് എന്നായിരുന്നു പറയുന്നത്. ഇവിടെ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, അതാണ് കവിള് വാർപ്പ്. അന്ന് ക്യാൻസർ അല്ല, അന്നൊന്നും ക്യാൻസർ ഇല്ല, ഇവിടെ എല്ലാവരും ഭയങ്കര ആരോഗ്യമുള്ളവരാണ്. അത് കഴിഞ്ഞാൽ വയറിനകത്ത് ക്യാൻസർ വരും. അപ്പം മഹോദരം വയറ് വീർത്ത് വന്ന് ചാകുന്ന ഇങ്ങനെയായിരുന്നു. ഈ രോഗമെല്ലാം പണ്ടുമുണ്ട്. ആളുകളെല്ലാം ചത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷഷ്ടിപൂർത്തി ആഘോഷിച്ചുകൊണ്ടിരുന്നവരല്ലേ മലയാളികൾ. ഈ ആഘോഷിക്കേണ്ട കാര്യം എന്ത്? 60-ാം വയസ്സ് കഷ്ടിച്ച് എത്തിച്ചേരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ പണ്ടുള്ളവർക്കൊക്കെ ഭയങ്കര ആരോഗ്യമാണെന്നാണ്. അവരങ്ങ് ചാതിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊരു വല്യമ്മ അറിയാം, 90 വയസ്സായെന്നൊക്കെ. വല്യമ്മയുടെ മക്കൾ അതെല്ലാം ചത്തുപോയി, കൊച്ചുമക്കൾ അതും ചത്തുപോയി. ഒറ്റയ്ക്കും തെറ്റയ്ക്കും അവിടെ ഇവിടെ ഒരു വല്യപ്പനും വല്യമ്മ ഇരുന്ന കഥയാണ് ഇവർ പറയുന്നത്. നമുക്ക് സെൻസസ് ഉണ്ട്, 1901 തൊട്ട് സെൻസസ് ഉണ്ട്. അന്നോട്ട് നോക്കിയാൽ മതി. ഇവർ ഈ പറയുന്ന ലോങ്ങായിട്ട് ജീവിച്ചിരുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1%. ബാക്കി 99 എണ്ണവും തട്ടിപ്പോകും. ഒരു ആരോഗ്യമില്ലാത്തവരും ചൊറിയും ചിരങ്ങും. എൻ്റെ കുട്ടിക്കാലത്ത് ക്ലാസ് റൂമിലെ മുഴുവൻ കുട്ടികൾക്കും ചൊറിയും ചിരങ്ങും വരും. ചെവി മുഴുവൻ പൊട്ടി അലിഞ്ഞ് ഇതിലൊഴിക്കും, മൂക്കിൽ കൂടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ പിള്ളേരായിരുന്നു എൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്ന മുഴുവൻ. ഒരാരും ഇവിടെ ഇല്ല. അപ്പം അത്തരത്തിലുള്ള പണ്ട് ഇതൊന്നും ഇല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഡിപ്രഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഈ പറയുന്നത്. മുഴുവനെണ്ണത്തിനും ഡിപ്രഷനായിരുന്നു. അതുകൊണ്ട് അത്രയും അമ്പലത്തിന് പള്ളിയിൽ പോകുമായിരുന്നു. ചികിത്സയില്ല, അടിച്ചാണ് ബാധ ഇറക്കുന്നത്. അന്നൊക്കെ എന്തുമാത്രം പ്രേതമൊക്കെ കയറത്തില്ലായിരുന്നു എല്ലാവരുടെയും ദേഹത്ത്. ഇപ്പം പള്ളിയിൽ പോയാൽ ഒന്നുമല്ല മാത്രമേ ദേഹത്ത് കയറത്തുള്ളൂ, അല്ലാത്തവരുടെ ദേഹത്ത് എപ്പോഴെങ്കിലും കയറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ധ്യാനത്തിന് പോകുന്ന പള്ളിയിൽ പോകുന്നവർക്ക് ഇഷ്ടംപോലെ പ്രേതം ഇപ്പോഴും കയറും. അതാണ് അവരുടെ ടെക്നിക്ക്. പള്ളിയിലച്ചന്മാർ ഇതെല്ലാം ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കും, കയറ്റിക്കൊണ്ടിരിക്കും. അല്ലാതില്ല, എല്ലാം ഡിപ്രസ്ഡാണ്. അവരെ ഉപയോഗിച്ച് ജീവിക്കുന്ന പാതിരിമാരും പൂജാരിമാരുമാണ് ലോകത്തുള്ളത്. സാറ് ഇതിനു വേണ്ടി മെൻ്റൽ ഹെൽത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രയത്നിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. അതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം നമ്മൾ പ്രധാനമായി പ്രവർത്തിച്ചിരുന്നതും മാനസിക രോഗം ബാധിച്ചവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ്. മാനസിക രോഗം ബാധിച്ചവർക്ക് സ്വന്തമായ അവകാശം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ അസ്തിത്വമാണ് ചലഞ്ച് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അവകാശമുണ്ട് എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾ ആദ്യം ചെയ്തത്. ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസ് എന്നായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത് അന്നൊക്കെ. പക്ഷെ അതിനുശേഷം പഠിക്കുമ്പോഴാണ് പേഷ്യൻസ് എന്ന് എഴുതണ്ടെന്ന് സർവീസ് യൂസേഴ്സ് എന്നായിരുന്നു പിന്നീട് ഞങ്ങൾ അതിനെ പറ്റിയത്. മാനസിക ആരോഗ്യത്തിൻ്റെ സേവനം വാങ്ങുന്നതാണ്. അതുപോലെ ഈ പ്രാന്താശുപത്രി എന്ന് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ മാനസികാരോഗ്യ കേന്ദ്രമാക്കിയത് നമ്മളെല്ലാം പണിയെടുത്തിട്ടുണ്ട്. അല്ലാതെ അവിടുത്തെ ഡോക്ടർമാരൊന്നും അന്ന് പണിയെടുത്തിട്ടില്ല. അവരും നമ്മുടെ കൂടെ കൂടിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷെ അതിനു വേണ്ടി സ്പെഷ്യലായ ആശുപത്രികൾ ഇനി ഉണ്ടാക്കരുതെന്ന് പറയുന്നത് നമ്മൾ പണിയെടുത്തത്. അതുകൊണ്ടാണ് കുതിരവട്ടത്തിനും ഊളംപാറയ്ക്കും തൃശ്ശൂരൊരു അന്നത്തെ പ്രാന്ത ആശുപത്രി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാതായി. കാരണം അവിടെ പോകുന്നവരെല്ലാവർക്കും ആ നാട്ടിൽ പോകാൻ പറ്റാതെ, അവിടെ പോകുന്നവർക്ക് തിരിച്ചു വരാനും പറ്റാതായി പോയിട്ട് അത്തരത്തിലുള്ള. അതുകൊണ്ട് മാനസികാരോഗ്യ കേന്ദ്രം എന്ന് എഴുതുക എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് അത് തന്നെ നടത്തിക്കൂടാത്ത. പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാർക്ക് അവിടെ സൂപ്രണ്ടാകാനുള്ള ഒരു പോസ്റ്റാണ് അത്. അതുകൊണ്ട് അവന്മാരത് വിടത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലായിരുന്നു നമുക്കത് മാറ്റിക്കളഞ്ഞ് സാധാരണ ആശുപത്രിയാക്കണം. ഇപ്പം എല്ലാ ജനറൽ ഹോസ്പിറ്റലുകളും ഒരു വാർഡാക്കി. ഇതൊക്കെ നമ്മൾ പണിയെടുത്തുണ്ടാക്കിയതാണ്. കേരളത്തിനകത്ത് മെൻ്റൽ ഹെൽത്ത് നയം, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനകത്ത് മാനസികാരോഗ്യത്തിന് ഒരു പദ്ധതി, മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ് നയം ഉണ്ടാക്കിയ ഒറ്റ സ്റ്റേറ്റ് കേരളം മാത്രം. അത് ഞാനും എൻ്റെ സുഹൃത്തായിരുന്ന അദ്ദേഹം ഇവിടുത്തെ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അതിന് ഡോക്ടർ സൂര്യരാജ് മണി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞാൻ അതിൻ്റെ പാർട്ടാണ്. അന്നുണ്ടാക്കിയ നയം. പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ല കേട്ടോ.
നയം ഉള്ളത് എന്നേ സ്റ്റേറ്റിനെ പറ്റി പറയാവൂ, നടപ്പാക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ പ്രധാന സാധനമാണ് ഈ സ്റ്റിഗ്മ, ഈ പതിത്വം കൽപ്പിക്കുന്ന കേന്ദ്രങ്ങൾ വേണ്ട. പക്ഷെ അതിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുതിരവട്ടത്തും ഈ ഊളംപാറയും നടത്തിക്കൊണ്ട്, അവിടെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നാട്ടുകാർക്ക് ഇപ്പോഴും ഊളംപാറയാണെന്നറിയാം, കുതിരവട്ടമാണെന്നറിയാം. ആ അപമാനകരമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കാനായിട്ട് അങ്ങനെ അല്ലാതെ അത് പറയുകയും, ഏത് ആശുപത്രിയിലും ഒരു വാർഡായാൽ മതി. അങ്ങനെയാണ് ജനറൽ ഹോസ്പിറ്റലുകളിൽ മുഴുവനും ഇപ്പോൾ സൈക്കോളജിക്കൽ മെഡിസിൻ ആയത്. അങ്ങനെ ആയത്. അങ്ങനത്തെ ഒരു വാർഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് കേരളത്തിൻ്റെ നിയമപരമായിട്ട് അങ്ങനെ സാധുതയുണ്ടാക്കുന്നതൊക്കെ നമ്മളെല്ലാം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു പണി. മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് സൂയിസൈഡ് പ്രിവെൻഷൻ. കേരളത്തിനകത്ത് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ മഹാരാഷ്ട്രയൊക്കെ നമ്മളോടൊപ്പം കിടപിടിക്കുന്നവരായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കണക്കറിഞ്ഞോളൂ. പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് 28 പേര്, എന്ന് പറഞ്ഞാൽ 1,00,000 പേര്, 28 പേര് ആത്മഹത്യ ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം 10-ന് താഴെയാണ്, ഇത്രയും കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടി അന്ന് നമ്മൾ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ത്രാണി കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നമ്മളൊരു സ്ഥലം ഉണ്ടാക്കി ഒരു കൗൺസിലിംഗ് സെൻ്ററാണ് അത്. അത് കന്യാസ്ത്രീകളായിരുന്ന ഒരു വിഭാഗമുണ്ട്, മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ്. അവർ മെഡിക്കൽ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അവരുമായിട്ട് ചേർന്നാണ് അത് ഉണ്ടാക്കിയത്. അതിനകത്ത് രാവിലെ തൊട്ട് നമ്മൾ ഈ ഒരു ഫോൺ നമ്പർ ഉണ്ടാക്കി. ആദ്യമായിട്ട് ഈ സെൽഫോൺ ഇങ്ങനെ വന്ന സമയമാണ്. ഇപ്പം BPL അവരുടെ ഒരു സിം മേടിച്ച് അവരുടെ ഒരു നമ്പർ അത് ഫ്രീ ആയിട്ട് അവർ തന്നു. അത് കഴിഞ്ഞ് BSNL ആയിരുന്നു. രണ്ട് എണ്ണേ വന്നുള്ളൂ. 2 പേരും നമ്പർ തന്നിട്ട് ആ നമ്പർ നമ്മൾ അനൗൺസ് ചെയ്യും. അത് റേഡിയോ സ്റ്റേഷനകത്തും ടെലിവിഷൻ വന്നപ്പോൾ ടെലിവിഷനകത്തും, ആദ്യം റേഡിയോ സ്റ്റേഷനായിരുന്നു, അവിടെ കൊടുത്ത് അവരത് അനൗൺസ് ചെയ്യും. നിങ്ങൾക്കൊരു മാനസിക പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി. ആ സ്റ്റിക്കറുകൾ ഈ KSRTC ബസ്സിനകത്ത് ഒട്ടിക്കും, ഓട്ടോറിക്ഷയുടെ പുറകിൽ ഒട്ടിക്കും. ഇങ്ങനെ ചെയ്ത് ആളുകൾ ഈ നമ്പറിൽ അന്ന് ഇഷ്ടംപോലെ പേര് വിളിക്കുമായിരുന്നു. അത് ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ആ ചെയ്തിരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഈ കൗൺസിലിംഗ് സെൻറ്ററിനകത്ത് പലതരത്തിൽ നമ്മൾക്കൊക്കെ ട്രെയിനിങ് ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം അന്യ രാജ്യങ്ങളിലുള്ള ഇതുപോലുള്ള അനുഭവജ്ഞാനങ്ങളുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ട്രെയിനിങ്ങൊക്കെ നമ്മളുമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഒരാളുടെ വിഷമം പറയുന്നത് കേൾക്കുന്നതാണ് അവരെല്ലാം. അവരുടെ മോഡൽ അങ്ങനെയാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു കാര്യം കണ്ട്, പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാനും പറ്റും. ഇപ്പോഴും നമ്മൾ ഈ കൗൺസിലിംഗ് സെൻറ്ററിലെ ആ സൈഡില്ല. കൗൺസിലിംഗ് പ്ലസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു മേഖല ഡെവലപ്പ് ചെയ്യുന്നതാണ് ആവശ്യം. വന്നൊരാളൊരു വിഷമം പറയുമ്പോൾ കേൾക്കേണ്ട വശമുണ്ട്, പക്ഷേ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടാകും. അത് ചെയ്യുന്ന ഒരു സ്ഥലവും ഇപ്പോഴും കൂടി നമ്മൾ ചെയ്യുമായിരുന്നു. ആ ചെയ്യുന്ന മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്തായിരുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോണിനകത്ത് ആൾക്കാർ അവസാന നിമിഷം വിളിക്കുന്നതാണ് അവരുടെ വിഷമം വന്ന് അത് സാധാരണ കൗൺസിലിംഗ്. പക്ഷേ ഈ ആത്മഹത്യാ പ്രിവെൻഷന് വേണ്ടി വെച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കുന്നത് മരിക്കാൻ വേണ്ടി ചിലപ്പോൾ വിഷം മുന്നേ വെച്ചിട്ടിരിക്കുന്നവരായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് കയറ് കെട്ടി തൂക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് വിളിക്കുന്നവരായിരിക്കും. ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാനിരിക്കുന്ന സമയത്ത് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ ആൾക്കാർ മരിക്കണം സത്യത്തിൽ അവർക്ക് ആഗ്രഹമില്ല, പക്ഷേ അവരുടെ പെയിൻ കൊണ്ട് അവർ മരിക്കാൻ ശ്രമിക്കുന്നവരാണ്. രക്ഷപ്പെടാനൊരു അപ്പോൾ ഈ നമ്പർ നമ്മളിങ്ങനെ അനൗൺസ് ചെയ്യുന്ന കാരണം കൊണ്ടും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടും
ഇപ്പോൾ ഇവിടെ വീട്ടു ജോലിക്ക് ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ നമ്പർ എഴുതി വയ്ക്കുന്ന പോലെ ആയിരുന്നു നമ്മളത് ചെയ്തത്. ആ നമ്പർ അവർ വിളിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ പല ഇൻസിഡൻറ്റിൽ ഒരെണ്ണം പറയും. ഒരു വീട്ടിലെ മക്കൾ കടം, വലിയ കടമാണ്, 8 ലക്ഷം രൂപയുടെ കടമുണ്ട്. അത്രയും കടമുള്ള ജപ്തി നോട്ടീസ് വന്നു. അതുകൊണ്ട് 2 മക്കളെയും ഭാര്യയും ഭർത്താവും കൂടെ വിഷം കഴിച്ച് ചാകാനായിട്ട് തീരുമാനിച്ചു. കൊടുക്കാനായിട്ട് ആരുടെ അടുത്തൊന്നും ചോദിച്ചിട്ട് കിട്ടുന്നില്ല, അവർ മരിക്കാൻ തീരുമാനിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഒരു രാത്രി ഒരു 8 മണി 9 മണി ആ സമയത്താണ്. ആ വിളിക്കുന്ന സമയത്ത് ഇത് റിസീവ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിസ്റ്ററാണ്, ഒരു മെഡിക്കൽ മിഷൻ സിസ്റ്ററാണ്. അവർ മറ്റൊരാൾക്ക് എഴുതി ഇങ്ങനെ കൊടുത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ നമ്മൾ അവരോട് കേട്ടുകൊണ്ടിരിക്കുകയും പറയുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എഴുതി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പറഞ്ഞു. അവരെ വിളിച്ച ഉടനൊപ്പം തന്നെ ഇത് BSNL നമ്പറായിരുന്നു. അപ്പോൾ BSNL വിളിച്ചിട്ട് ഈ ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻ്റർ ആയത് കാരണം കൊണ്ട് അവർ ട്രേസ് ചെയ്ത് തന്നു. അല്ലാതെ നമ്മൾ ചോദിച്ചാൽ അവർ തരത്തില്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു സർവീസ് ചെയ്യുന്നവരാണെന്ന് അറിയുന്നതുകൊണ്ടാണത്. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ ട്രേസ് ചെയ്തപ്പോൾ വർക്കലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന നമ്പറിലുള്ള ആളുകളെ അഡ്രസ്സാണ്, അവരിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിക്കണം, പെട്ടെന്ന് അവരോടോട്ട് ചെല്ലാൻ. ആ ചെയ്ത് അവർ ഒരു അരമണിക്കൂറിനകത്ത് ഈ വീട്ടിലെത്തി. അപ്പം വീടിന് മുട്ടി. അപ്പോൾ പിന്നെ അവർ കഥ തുറന്നു. പക്ഷെ അവർക്ക് അറിഞ്ഞൂടാ, പോലീസിനെ കണ്ട് അതങ്ങ് അബോർട്ട് ചെയ്തു പോയി. ആത്മഹത്യക്ക് അവർക്ക് കഴിയാതെ, നമ്മൾ ആ ചെയ്ത ഒരു മെക്കാനിസമാണ് ഇത്. ഒരെണ്ണം ഞാൻ പറയുന്നത്, അതിനെയാണ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ പറ്റും, അതിനുള്ള സിസ്റ്റം നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. ഒരു ഫോണിനകത്ത് ഒരാൾ ആത്മഹത്യ പറയുന്ന സമയത്ത് ആ ആൾ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാനായിട്ട് ഒരുപാടുമില്ല. ഇന്ന് സെൽഫോണിൽ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ടവറിലാണെന്ന് കണ്ടെത്താൻ, അയാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. ആ ചെയ്യുന്ന ഇൻ്റർവെൻഷൻ നടത്തിയാൽ തന്നെ ഒരുവിധം, കാരണം മരിക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചവർ മാത്രമേ മരിക്കത്തുള്ളൂ. അതാണ്. അല്ലാതെ സംശയിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, അവരെല്ലാം നമുക്ക്, കാരണം ഫോൺ വിളിക്കുന്ന ആൾ എന്തായാലും ഹെൽപ്പാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ മരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ ഹെൽപ്പാണ് ആവശ്യപ്പെടുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇൻ്റർവെൻഷൻ, കൗൺസിലിങ്ങും ഇൻ്റർവെൻഷനും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന സിസ്റ്റം ഇതുവരെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ആത്മഹത്യാ പ്രവണത എന്ന് നമ്മൾ പറയുന്നത് ആളുകളിൽ പലതരത്തിലും, ഞാനൊരു കടം കയറുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, രോഗം വന്നിട്ടുള്ളവരുണ്ടാകും, റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങളുണ്ടാകും, പലതരത്തിലുള്ള ഇതാണ് വരുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന എല്ലാവരും ആത്മഹത്യ ചെയ്തതിൽ, പക്ഷെ ചിലർക്ക് ആ പ്രവണത, അതിനകത്ത് ടെൻഡ്, അങ്ങനെ ആ വശത്തേക്ക് മരിക്കാനായിട്ടുള്ള പ്രവണതയുള്ളവരുണ്ടാവും. അവരായിരിക്കും പെട്ടെന്ന് മരിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആളുകൾ പക്ഷെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. പെട്ടെന്ന് മരിക്കുന്നവരല്ല. പെട്ടെന്ന് മരിക്കുന്നവരെ നമുക്ക് ഈ പറയുന്ന മെക്കാനിസങ്ങളിലല്ലാതെ ആലോചിച്ച് മരിക്കാൻ തീരുമാനിക്കുന്ന ആൾക്കാർ, അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് വാർണിംഗ് സൈൻസ് എന്നാണ് പറയുന്നത്. അവരുടെ പെരുമാറ്റത്തിനകത്തൊക്കെ മാറ്റം വരാൻ തുടങ്ങും. ഇത് അവരുടെ കൂട്ടുകാരൊക്കെ കാണാൻ തുടങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ചായക്കടയിലിരുന്ന ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടൂ എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ, സാധാരണഗതിയിൽ അയാൾ അങ്ങനെ പറയാത്ത ഒരാൾ അങ്ങനെ പറയുമ്പം ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, നിങ്ങളുടെ കയ്യിലിരുന്ന ഒരു ഒരു നെക്ലസ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, ഞാൻ എടുക്കുക, ഇത് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര എൻ്റെ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നൊരു സാധനമായിരിക്കും. മരിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ
ഈ സാധനം കൊണ്ടുവന്ന് മറ്റേ പറയും, നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ ഒരു സാധനം, അത് ഞാൻ നിനക്ക് തരിക, ഇതിൽ വാണിംഗ് സൈൻ. ഇതുപോലെ വാണിംഗ് സൈൻസ് ഒത്തിരി ഉണ്ട്, ഞാനിപ്പോൾ അത് പറയാനല്ല. ഇതുപോലുള്ള സാധനങ്ങൾ കോമൺ നോളജ് ആക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്തത് സാധാരണ ലേ കൗൺസിലേഴ്സ് എന്ന് പറയും. നമ്മളെല്ലാവരും ലേ കൗൺസിലേഴ്സാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അത് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രെയിനിങ് ആവശ്യമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പരസ്പരം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരു അധ്യാപകനായിരിക്കുന്നവർ, ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ആളെ, ചായക്കടക്കാരന് ഒക്കെ ഈ സംഭവം ചെയ്യാൻ പറ്റും. കുറച്ചൊരു ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അന്ന് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഈ വിഷയം എഴുതി, എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഈ എല്ലാ വാർഡിലുള്ള മെമ്പർമാരും ആളുകളെ സംഘടിപ്പിച്ചാൽ നമ്മളിത് പഠിപ്പിച്ചു തരാമെന്നത് എങ്ങനെയാണ് ഈ വാണിംഗ് സൈൻസ്. അത് തിരുവനന്തപുരം തൊട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് വരെ, ഇതിൻ്റെ അറ്റം വരെ, കല്ലമ്പലത്തിനടുത്ത് വരെ, അവിടെയാണ് തിരുവനന്തപുരം തീരുന്നത്. അതിനകത്തുള്ള എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ ഈ വാണിംഗ് സൈൻസ് എങ്ങനെയാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ ഇവർ വലിയ കാര്യം, ഇവർക്കത് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നു എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചായക്കടയിലൊക്കെ, ബാർബർ ഷോപ്പിൽ, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിനകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ വായനശാല, ഇവിടെ എല്ലാം ഈ ഇതിങ്ങനെ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങൾ കാണും. അത് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് അവരെ ആശുപത്രിയിലോ കൗൺസിലറുടെ അടുത്തോ കൊണ്ടുപോയാൽ ഇത് വഷളാകാതെ അവരെ മരിക്കുന്നിടത്ത് എത്താതെ നോക്കാൻ പറ്റും. അത് പരസ്പരം ഒരാളുടെ കീപ്പറാകുക എന്ന് പറയുന്നത് നമ്മൾ യേശുക്രിസ്തു പറയത്തില്ലേ, അപ്പോഴാണ് അത് ശരിക്കും കീപ്പറാകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മുടെ ആളാക്കി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതൊക്കെ. ഇത് പക്ഷേ ഇതിനൊക്കെ ബേസിക്കായ കുറച്ച് അറിവ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് ഇതുപോലെ പഠിക്കേണ്ടത്. അതുപോലെ തൊണ്ടയ്ക്ക് സാധനം കുടിക്കുമ്പോൾ പുറത്ത് ചെയ്യേണ്ട ഒരു പണിയുണ്ട്, അത് ചെയ്താൽ അത് പുറത്ത്, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും, കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പഠിക്കുന്ന പോലാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം. ഈ ഏരിയ പഠിപ്പിച്ച് ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ആത്മഹത്യയുടെ പകുതിയാക്കാൻ പറ്റും. നമുക്ക് അന്നത്തെ അവസ്ഥയിൽ ഞാനൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ഡേറ്റ എടുക്കാനും വേണ്ടിയുള്ള അറിവ് വന്നില്ല. ഞാൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എത്ര പേര് മരിച്ചിരുന്നു എന്നൊക്കെയുള്ള, ഒരു പഞ്ചായത്തിൽ എത്ര പേര് മരിച്ചിരുന്നു, നമ്മുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് എത്ര കുറഞ്ഞു എന്ന് പറയുന്ന ഡേറ്റ സത്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അത്രയും അറിവ് അന്നില്ല. അതിന് ശേഷമാണ് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അത് എയ്ഡ്സിൻ്റെ പ്രിവെൻഷനൊക്കെ വന്നപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് ഡേറ്റ ഉണ്ടാക്കേണ്ടതുണ്ടെന്നൊക്കെ അറിഞ്ഞു. പക്ഷേ നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ ലെവലിലുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കുകയും കോമൺ ആക്കുകയും മാറ്റുകയും ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഈ സ്റ്റിഗ്മ ഒഴിവായി വരുന്ന മേഖല വന്നപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ കൊറോണ വന്നപ്പോഴല്ല. അതിങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പറയുന്നത്. കൊറോണ വന്നപ്പോൾ മെൻ്റൽ ഹെൽത്ത് കൂടുകയാണ്, മാനസിക രോഗം കൂടുകയാണ് ചെയ്തത്. ഇത് പറയാൻ തുടങ്ങിയത് നമ്മളൊക്കെ ഈ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി വന്ന ഒരു സ്ഥലം കൂടാണ്. അങ്ങനെ അത് മനസ്സിലാക്കണം.